നമസ്കാരം. നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്താണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ല ഈ മലപ്പുറം ജില്ലയുമാണ് ഏറ്റവും കൂടുതൽ ക്വാറികളുള്ള 2 ജില്ലകളാണ്. രണ്ടും മലയോര മേഖലകളാണ്, രണ്ടും വൻകിട ക്വാറികളുടെ കേന്ദ്രമാണ്. പത്തനംതിട്ടയിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വലിയ രീതിയിലും അതിൻ്റെ അപ്പുറത്ത് വശത്ത് ഒരുപാട് വയനാട് കോഴിക്കോട് സൈഡിലൊക്കെ അത്രയും ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് ആർക്കും നമ്മളെ ആരും പഠിപ്പിച്ചൊന്നും തരണ്ട. ഇതിൻ്റെ ഒരു സാഹചര്യം ഇതാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു പ്രഭാഷകന്റെ ആവശ്യമൊന്നും ഇല്ല. എല്ലാവർക്കും മാറി കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തൊരു സംഭവം. അപ്പോൾ പിന്നെന്താണ് നമ്മളിവിടെ ഇന്നിപ്പോൾ കൂടിയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ഞാനിൻ്റെ ഇതിപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് ഒരു സംശയമില്ലാതെ ഒരു ചോദ്യമല്ല, ഉത്തരവാണ്. എല്ലാവർക്കും അറിയാം, വളരെ വളരെ വ്യക്തമാണ്. ഇത് ചോദ്യമല്ല, ഇത് തന്നെയാണ് ഉത്തരവും. പക്ഷേ ഒരു സമൂഹം എന്ന നിലയ്ക്ക്, വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ തെറ്റും പറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം കഴിയുമ്പോൾ ഈ ഭരണകൂടം പറയും ഇതെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. ഇപ്പൊ കേരളയിൽ സിൽവർ ലൈൻ വന്നപ്പോൾ നമുക്കറിയാം ഏതൊക്കെ തരം ആൾക്കാർക്ക് വേണ്ടിയാണ് ആ ട്രെയിൻ ഓടിക്കാൻ നോക്കിയത്. ഏറ്റവും തെറ്റായ പദ്ധതിയായിരുന്നു. അപ്പോൾ അവരത് ആദ്യം തന്നെ ചോദിക്കും, ഹൈസ്പീഡ് റെയിൽ വേണ്ടേ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈസ്പീഡ് റെയിൽ കമ്മിറ്റിയിൽ പുതിയ റെയിലിനെ വിശകലനം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയിൽ ഗവൺമെന്റ് ഇട്ടപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ചോദ്യമാണ്. ഒരു ചോദ്യമല്ല, ഒരു പ്രാസംഗികൻ പറഞ്ഞതാണ്, ഹൈസ്പീഡ് റെയിലിനെ ഏറ്റവും കൂടുതൽ എതിർത്തവർ തന്നെ നാളെ ഈ ട്രെയിൻ വരുമ്പോൾ അത് സഞ്ചരിക്കില്ല. ഇതൊക്കെയാണ് ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. കേരളത്തില് അന്ന് സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനായിട്ട് പ്രോജക്റ്റ് വരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ ഒരു സീരീസ് ഓഫ് ന്യായീകരണങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളത് കേരളത്തിന്റെ ജനതയുടെ സഞ്ചാരത്തിന്റെ ഒരു വളരെ വലിയൊരു വിപ്ലവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഇത് ആ പദ്ധതി 2035 ഒക്കെ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകാനായിട്ട് ഒരു കുറഞ്ഞത് 5500-6000 രൂപയുടെ ടിക്കറ്റ് കൊടുക്കാതെ പോകാൻ പറ്റില്ല. അതാണ്, അല്ലെങ്കിൽ ലാഭത്തിലുള്ളത്. അപ്പോൾ ഒരാൾ പറയുന്നു കാസർഗോഡ് നിന്ന് കോഴിക്കോട് നിന്നൊക്കെ അപ്പം ഒരു മുട്ടക്കകത്താക്കി കൊച്ചിയിൽ കൊണ്ടുവന്നാൽ വിൽക്കാൻ പറ്റുമെന്നും വിറ്റിട്ട് തിരിച്ച് ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് അപ്പം തന്നെ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്താമെന്നും അവർക്ക് വേണ്ടിയാണെന്നും ഈ ട്രെയിൻ 5000 രൂപയുടെ ടിക്കറ്റിന്റെ അല്ലെങ്കിൽ 6000 രൂപയുടെ ടിക്കറ്റ് ട്രെയിനാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ട്രെയിനിന്റെ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, ടെക്നിക്കലായിട്ടുള്ളത്, പാരിസ്ഥിതികമായിട്ടുള്ളത്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ടണലെടുത്തു വയനാട്. ഞാൻ എന്റെ വിഷയത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങളിങ്ങനെ പറയും. കേരളത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ആദ്യം ഒന്ന് കാണണം എന്നുള്ളതുകൊണ്ട് ടണൽ നമ്മുടെ തുരങ്കപാത വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് ഈ ചുരത്തിലൂടെ അല്ലാതെ ഈ 4 ചുരങ്ങൾ ഇറങ്ങാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട താമരശ്ശേരിപ്പിനെ കുട്ടിയായിരിക്കും. ആ ചുരത്തിലൂടെ അല്ലാതെ ഈ കുരുക്കിൽപ്പെടാതെ ഈ ദുരന്തമൊന്നും അനുഭവിക്കാതെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ പെട്ടെന്നെത്താനായിട്ട് ഒരു പാത വേണ്ടേ? ഇത്ര എന്താണ് വേണമെന്ന് നമുക്ക് പറഞ്ഞു പോകണം ഒരവസ്ഥയാണ്. കാരണം പാത വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് പിന്നെ പറയുന്നത്
വയനാട്ടിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. മൃഗങ്ങൾ എല്ലാ ദിവസവും മനുഷ്യരെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നു, കൃഷികൾ ഒരു റിയാലിറ്റിയാണ്. തിരിച്ച് മനുഷ്യരങ്ങോട്ട് ചെയ്യുന്നതൊന്നും നമ്മൾ റിയാലിറ്റിയുമല്ല. അതിലൊന്നും യാഥാർത്ഥ്യങ്ങളില്ല. ഇങ്ങോട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു നെറേറ്റീവാണ്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്കല്ല നമ്മൾ പോകുന്നത്. അത് വലിയൊരു കോൺഫ്ലിക്റ്റാണ്, അത് ഡിസ്കഷനിൽ ഉള്ള കോൺഫ്ലിക്റ്റാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഒരു അസുഖം വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കോഴിക്കോട് ഒന്ന് ചികിത്സിക്കരുത് എന്നൊരു ചോദ്യമാണ് പിന്നെയുള്ള ചോദ്യം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു രോഗി വയനാട്ടിൽ എത്രയും പെട്ടെന്ന് മരിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസിലോ ഒരു കാറിലോ ഇട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയലിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് ചികിത്സിക്കാൻ, അതൊരു റിയാലിറ്റിയല്ല. അങ്ങനെ പറയുമ്പോൾ ടണൽ വേണ്ടേ? മറ്റൊരു കുരുക്കിൽപ്പെടാതെ ഷൂറ് നമുക്ക് വരാമല്ലോ. പക്ഷേ നമ്മൾ മറിച്ച് ചോദിക്കാത്ത, അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാത്തൊരു ചോദ്യം, ഈ 2200 കോടി രൂപയുടെ ടണലിൽ കാശുണ്ടെങ്കിൽ അവിടെ 4 ഹോസ്പിറ്റലെങ്കിലും കുറഞ്ഞത് പണിഞ്ഞോടെ ചോദിച്ചു. ഓരോ ബ്ലോക്കിലും 600 കോടി രൂപ വെച്ച് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിരുന്നെങ്കിൽ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചികിത്സിക്കാൻ പോലെ എന്നുള്ളത് കൗണ്ടർ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ആ ചോദ്യം വരുമ്പോഴത്തേക്കും അവർ വെച്ച് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ ടണൽ എന്തിനാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം മുതൽ ടണൽ, ഈ നമ്മുടെ തുരങ്കപാത പദ്ധതി വരുമ്പോൾ, ഞാൻ ഇതിലേക്ക് വരികയാണ്. തുരങ്കപാത പദ്ധതി വരുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് തുരങ്കപാത വേണമെന്ന്. ഒരു പാത വേണമെന്നുള്ളതിനേക്കാളും ഒരു തുരങ്കപാത വേണം. അത് മേപ്പാടിയിൽ തന്നെ വേണം. ഏറ്റവും നല്ലത് അവിടെയാണ്. ഇത് തീരുമാനിക്കുന്ന ആ സമയത്താണ് ചൂരൽമല മുണ്ടകയിൽ ഉരുൾപൊട്ടൽ, വൻകിടൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാവും. ആ ദുരന്തം ഇന്നും തീർന്നിട്ടില്ല. കാരണം അതിൽ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് ഉള്ള ആശ്വാസം പോലും ഇന്നും കൊടുത്തു തീർക്കാൻ പറ്റും. 2 വർഷം മുകളിലായി. അപ്പോ ആ സംഭവം നടക്കുന്ന അതേ മലനിരകളിൽ ഇതിന് മുമ്പും അവിടെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ, അതിന്റെ മുകളിലൊക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ മഴക്കാലത്തും ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ആ മലനിരകളിൽ, വെള്ളരി മലയിൽ അവിടുത്തെ ഈ മഴ പെയ്യുന്നത് ആ മണ്ണിലടിഞ്ഞ് സീപ്പേജസ്, അതായത് ഊർന്നിറങ്ങി സോയിൽ പൈപ്പിംഗ് അടക്കമുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവുകയും അതിനെ ഇറക്കുകയും ഈ സെഡിമെന്റ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്, അതായത് വെള്ളം കൊണ്ടങ്ങ് നിറയുകയും ഒടുവിൽ ആ വെയിൽ താങ്ങാൻ പറ്റാതെ ഇത് താഴോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളത് പ്രൂവണം. ഇനി തർക്കമില്ല. ഒരു ജിയോളജിസ്റ്റും അതൊന്നും ചോദ്യം ചെയ്യുന്നില്ല, ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച്, ഇതിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ച കമ്മിറ്റി, സ്റ്റേറ്റ് എൻവയറൺമെന്റൽ അപ്രൈസൽ എക്സ്പേർട്ട് കമ്മിറ്റി, കേരളം കണ്ട തരക്കേടില്ലാത്ത ഒരു ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു അവർ. ആ കമ്മിറ്റി അവരുടെ പഠനത്തിൽ, അതായത് എനിക്ക് തോന്നുന്നത് ഈ പ്രോജക്റ്റ് അവരുടെ മുന്നിൽ, പ്രോജക്റ്റിന്റെ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയറൺമെന്റൽ ഇമ്പാക്ട് എല്ലാം കൂടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ 9 തവണ എന്തോ ഈ പ്രോജക്റ്റ് തിരിച്ചയച്ചിട്ടുണ്ട്. ഇതുകൂടെ പഠിക്കും, അതുകൂടെ പഠിക്കുമെന്ന് പറഞ്ഞു. പലതും പഠിക്കാനായി. അപ്പൊ അത്രയും ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ. ഒറ്റയടിക്കങ്ങോട്ട് പെർമിഷൻ കൊടുക്കുകയല്ല അവിടെ ചെയ്തത്. ശരി. അപ്പൊ ആ ഭരണകൂടത്തിന്റെ ഒരു വിങ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കുക. അത്രയും കാര്യമായി അവർ നോക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവസാനം 2025 ഗവൺമെന്റിന്റെ വല്ലാത്തൊരു പ്രഷർ അവരുടെ പുറത്തുണ്ടാവുകയും ആ സമയത്താണ് ഇത് എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കിട്ടിയിട്ട് ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് ആ ബട്ടൺ അമർത്തി ആദ്യത്തെ ബ്ലാസ്റ്റ് പൊട്ടിക്കണം. ആദ്യത്തെ പൊട്ടിച്ചിട്ട് വേണം ആ ഭരണം വിടാനെന്നും ഉള്ള ഒരു വാശിയുടെ പുറത്ത് മാത്രം. വാശിനല്ല എന്ന് പറയുന്നത്, അക്കാലത്തൊക്കെ പറയുന്നത് ഇച്ഛാശക്തി എന്നാണ്. എന്ത് വില കൊടുത്തും എന്തും അതിന്റെ പുറത്ത് അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ പോലും അവരുടെ എനിക്കൊന്ന് കൈകളാണ് കെട്ടിയത്, കാലുകളാണ് കിട്ടിയെന്ന് അറിഞ്ഞില്ല. പക്ഷെ കെട്ടിയിട്ട് പാസ്സാക്കുകയായിരുന്നു. അപ്പോ ആ സയന്റിസ്റ്റ്, ജിയോളജിസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്
ആ പദ്ധതി കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളും, ടെക്നിക്കൽ പ്രോബ്ലംസും എഴുതി ലിസ്റ്റ് ചെയ്ത് അവിടെയുള്ള മൃഗങ്ങളുടെ പ്രശ്നം പറയുന്നത് ആനത്താരയാണെന്നും അതിന്റെ പ്രശ്നം ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ, ഹൈലി ലാൻഡ് സ്ലൈഡ് എഫക്റ്റഡ് ഏരിയ ആണെന്നും എൻവയറമെന്റലി സെൻസിറ്റീവ് ഏരിയ ആണെന്നും എല്ലാം നോട്ട് ചെയ്തിട്ട് അനുവാദം കൊടുക്കും. അതെങ്ങനെയാണ് അനുവാദം കൊടുക്കുന്നത്? അവിടെയാണ് ഈ ഭരണകൂടത്തിന്റെ പ്രശ്നം. ഒരു കമ്മിറ്റിയെ അവർ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും പറയുകയും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിട്ട് എന്നാൽ ഞങ്ങൾ അനുവാദം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതൊരു ക്ലാസിക്കൽ കേസാണ്. എവിടെയാണ് ഈ ഹാൻഡ് ട്വിസ്റ്റിംഗ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹാൻഡ് ട്വിസ്റ്റിംഗ്, കൈകൾ കെട്ടി വലിച്ച് മുറുക്കി വെച്ചിട്ട് പാസാക്കിയിട്ടാണ് തീർന്നില്ല. അതിന്റെ അകത്ത് തന്നെ ഒരു 25 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് കുറ്റബോധം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇന്നതൊക്കെ പാലിച്ച് ചെയ്താൽ കുഴപ്പമില്ലെന്നല്ല പറയുന്നത്, പാലിക്കണം എന്ന് പറയുന്നത്. എന്താണ്? ബ്ലാസ്റ്റ് ചെയ്തോളൂ, വൈബ്രേഷൻ വരരുത്. ഇങ്ങനെ വൈബ്രേഷനായി. ബ്ലാസ്റ്റ് ചെയ്തോളൂ, വൈബ്രേഷൻ വരരുത്. പക്ഷികൾക്ക് മാനസിക ചിലമ്പിന് അവിടെ ആ ഒരു എണ്ണ വിൽക്കുകയാണ്, ആ പക്ഷി അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ബാധിക്കും. അങ്ങനെയുള്ള ബാധിക്കുന്നതിനെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പരിഹാരമാകും. പിന്നെ വൈബ്രേഷൻ വരുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ ചെയ്താൽ അവിടെ മൂലയ്ക്കുന്നോളം ചെയ്തിട്ട് അത്തരത്തിലുള്ള കുറെ റെക്കമെൻഡേഷൻസ് വെച്ചിട്ടാണ് ഇത് കേന്ദ്രത്തിലേക്ക്. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ് എൻവയറൺമെന്റൽ ഇമ്പാക്ട് കമ്മിറ്റിയാണ് ശരിക്കും അതിനെ പിന്നെ പഠിച്ചിട്ട് പാസ്സാക്കുന്നത്. ക്ലിയറൻസ് ഉണ്ട്. ആ സമയത്ത് ആ കമ്മിറ്റി ഇല്ല. അപ്പോ MOEF പോയി. MOEF ഒന്നും നോക്കിയില്ല. ഇതൊക്കെ നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 25 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ ആവർത്തിച്ചിട്ട് MOEF പറയുന്നത് ആവർത്തിക്കാൻ കൊടുത്തു. അത് കൊടുത്ത പാടെ പിന്നെ ഫോറസ്റ്റ് ഒരു 17 ഹെക്ടർ ഫോറസ്റ്റ് കിട്ടുന്നതിന്റെ പ്രശ്നം മാത്രമായിരുന്നു. അത് 2026 ഫെബ്രുവരിയിൽ അത് ക്ലിയർ ആയതോടെ പദ്ധതിയാണ് മറ്റേ ഈ പട്ടണമാക്കാൻ പറ്റും. പട്ടണമാക്കി ആദ്യത്തെ ബ്ലാസ്റ്റ്. കഴിഞ്ഞ വർഷം ഇത് 25-ല് ഇത് പെർമിഷൻ കൊടുത്തപ്പോൾ ഞാനൊരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതി. ഞാൻ ലേഖനം എഴുതുന്നതിന് മുമ്പ് ശരിക്കും ചെയ്തത് ആ പെർമിഷൻ കൊടുത്ത രേഖയെ അവലോകനം, ആദ്യത്തെ അവലോകനം അതാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഓരോ പോയിന്റും എടുത്ത് ക്രിട്ടിക്കലായിട്ട് കണ്ടുകൊണ്ട് ഒരു ലേഖനം തയ്യാറാണ്, ഒരു നോട്ട് തയ്യാറാണ്. അത് ഞാൻ സ്പ്രെഡ് ചെയ്തപ്പോഴേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ കിട്ടുകയും അതിന്റെ ചീഫ് എഡിറ്ററിനെ വിളിച്ചത് പറഞ്ഞു, ഒരു ലേഖനം എഴുത്, നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോ ടണൽ ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വലിയ ലേഖനമാണ്. അതൊരു ഇവർ തന്നെ ഗവൺമെന്റ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അതിൽ കൂടെ നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല. അവിടെ വിട്ടു, പരിപാടി എന്ന് സംഭവിച്ചു, നടന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അറിയാൻ എന്താ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് ഇപ്പോൾ കമ്മിറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സയന്റിസ്റ്റ് അടക്കമുള്ളവർ പറയുന്നത് ആ ബ്ലാസ്റ്റിംഗ് വന്നപ്പോൾ മഴയും ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു, വെള്ളം നിറഞ്ഞിരുന്നു. അതല്ലാതെ അപ്പം തന്നെ എടുത്തിട്ടുള്ള മണ്ണിടിച്ചിട്ടുള്ള മണ്ണും വേസ്റ്റും എല്ലാം കൂടെ അവിടെ കുന്നുകൂട്ടിയിട്ടിരുന്നു, വലിയൊരു കുന്നായിട്ടിരുന്നു. അതിന്റെ മുകളിലാണ് ഈ ടണലുള്ളത്. ടണലിന്റെ മുകളിൽ ഈ മണ്ണ്, ഈ ലാറ്ററൈറ്റ് ഒക്കെ ഉള്ള വലിയ റോക്കാണ്, പാറയും എല്ലാം ഉണ്ട്. അത് ഇങ്ങനെ ഇടിച്ചെടുത്തതുകൊണ്ട് അതിന് വീഴാതിരിക്കാനായിട്ട് വെറുതെ സിമെന്റ് ഇങ്ങനെ പൂശിയിട്ട്, കണ്ടല്ലോ നമ്മളെ പടം കണ്ടു, സിമെന്റ് ഒക്കെ ഇങ്ങനെ പൂശി വെച്ചു. അങ്ങനെ പൂശി വെച്ച് കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും എന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു. ഇതും എടുത്ത് ഒരു തിരമാല പോലെയാണ് വന്ന് കയറിയത്. 8 പേര് മരിക്കുകയും. എത്ര എണ്ണം വേണം നമുക്ക് ഇത് പഠിക്കാനായിട്ട്? എത്ര പേര് മരിക്കണം നമ്മൾ പഠിക്കാനായിട്ട്? ഇത് പറയാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് സംഭവിച്ച ഒരു ഉദാഹരണം ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ പാരലായിട്ട് ഈ വരുന്ന വഴിയിൽ ഉള്ള ഒരു ദുരന്തം വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. നാഷണൽ ഹൈവേ 66. അതിന്റെ കഥ ഞാൻ ചുരുക്കി പറയാം. നമ്മളെല്ലാവരും സഞ്ചരിക്കാൻ പോകുന്ന, നമ്മളെല്ലാവരും ടോൾ കൊടുത്ത് ആഘോഷിച്ച് ഈ പറഞ്ഞ 120 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ച് പോകാൻ പോകുന്ന സ്ഥലമാണ്. ഞാൻ അടക്കം. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്തിനെയാണ്? അപ്പൊ NH എന്ത് പറ്റി? നമ്മൾ ആരും അറിഞ്ഞില്ല. നാഷണൽ ഹൈവേ 66
വന്നുകൊണ്ടേയിരുന്നു. വലിയ വലിയ ബ്രിഡ്ജുകൾ പണിയുന്നു, റോഡ് വീതി കൂട്ടുന്നു, സർവീസ് റോഡ് അങ്ങനെ കിടക്കുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം. അപ്പൊ ഇതിനകത്ത് നെല്ലച്ചക്കോത്താവ് ഏറ്റവും വലിയ ശ്രദ്ധയിൽ വന്നത് നമ്മുടെ കീഴാറ്റൂർ സമരം വന്നപ്പോഴാണ്. അതിന്റെ ബൈപ്പാസിൽ വലിയൊരു സമരം ഉണ്ടായി. അപ്പൊ അവിടെ ഞങ്ങളെല്ലാവരും ചെന്നപ്പോഴത്തേക്കും നല്ലൊരു വയലിട്ട് അടച്ച് അന്ന് ഫില്ല് ചെയ്തെടുത്ത് പണിയാൻ പോകാം. അപ്പൊ ഇപ്പൊ മഴക്കാലമാകുമ്പോൾ വയൽ നിറയുന്നതിന് പറയാൻ NH അത് സംഭവിക്കുന്നത്. NH മുകളിലോട്ട് സമരം ചെയ്തവർ അവിടെ നിന്നിട്ട് പിന്നെയും റീലൊക്കെ എടുത്ത് നമ്മൾ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതാണ് സംഭവിച്ചത്. പക്ഷേ നമുക്ക് ഇവിടെ കുറ്റൂരല്ലേ ഇടിഞ്ഞത് വയലിന്റെ മുകളിൽ ആ വയലിന്റെ മുകളിലാണ് കെട്ടിയത്. ആ കെട്ടുന്നത് കണ്ടാൽ തന്നെ അറിയാം ആ വയലിൽ നിൽക്കില്ല, അത് ഇടിഞ്ഞ് സൈഡിലൂടെ പോയി. അവിടെ മാത്രമല്ല, പിന്നെയും 2-3 സ്ഥലത്തൊക്കെ അത് സംഭവിച്ചു. ഈ വയലിൽ കെട്ടിയിട്ടുള്ള എല്ലായിടത്തും പ്രാവശ്യം തീർന്നില്ല. പലയിടത്തും ഇവിടെ ചെയ്തേക്കുന്ന ബ്രിഡ്ജ് ഇങ്ങനെ അടച്ചു കെട്ടിയേക്കുന്ന ബ്രിഡ്ജുണ്ട്. ഈ പില്ലറിലല്ലാതെ അടച്ച് ഈ ബ്ലോക്സ് വെച്ച് കെട്ടിയിട്ടുള്ള ബ്രിഡ്ജ്. ഈ ബ്ലോക്ക് വെച്ച് കെട്ടിയേക്കുന്ന ബ്രിഡ്ജ് മൊത്തം പലയിടത്തും പണിഞ്ഞിരിക്കും. അതിന്റെ മുകളിലൊക്കെ വെള്ളം കെട്ടിക്കുന്നത് മുഴുവനും നമ്മുടെ സർവീസ് റോഡിലേക്കാണ് കുത്തനെ വീടുകയാണ്. ആരോ തമാശയ്ക്ക് പറഞ്ഞതുപോലെ കാണാൻ വാഷനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ബൈക്കിൽ പോകുന്നവർക്ക് പിന്നെ വാഷ് മൊത്തമാണെന്നേ ഉള്ളൂ, ബോഡി വാഷ്. അത് പ്രശ്നം എന്നറിയാമോ ഇതിന്റെ അപ്പൊ നമ്മൾക്ക് ഇതിനെ NH പല രീതിയിൽ വിശകലനം ചെയ്യും. എനിക്ക് വളരെ ലളിതമായ ഒരു സംഭവമാണ്. ഇതിനകത്തൊരു ഹൈഡ്രോളജിക്കൽ കൺസേൺ ഉണ്ട്. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. പക്ഷെ അതുപോലെ വേറെ പ്രശ്നമുണ്ട്. ഹൈഡ്രോളജിക്കൽ കൺസേൺ എന്താണ്? നമ്മൾ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറയുക. സിൽവർ ലൈൻ എന്ന പദ്ധതി എന്തുകൊണ്ടാണ് ജനകീയ പ്രതിരോധ സമിതി എതിർത്തത്? സിൽവർ ലൈൻ പ്രതിരോധ സമിതി ജനകീയ പ്രതിരോധ സമിതിക്ക് എതിർത്തത് എന്തുകൊണ്ടുണ്ട്? അതിന്റെ ഒന്നാം കാരണം ലാൻഡ് അക്വിസിഷനൊക്കെ ഉണ്ടായിരുന്നു. ഭൂമി കയ്യേറുന്നതും ഭൂമി എടുക്കുന്നതും മഞ്ഞക്കുറ്റി ഇതെല്ലാം പിന്നെ ഡെമോൺസ്ട്രേഷനിൽ നടന്ന കാര്യമാണ്, സമരവുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അടിസ്ഥാനപരമായ പദ്ധതി വേണ്ടെന്ന് പറയുന്നത് കേരളത്തിനെ 2 വെട്ടിക്കുറിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു മതില് പോലെ 8-10 മീറ്റർ പൊക്കത്തിൽ മതില് പോലെ കെട്ടി അതിന്റെ മുകളിലൂടെയാണ് ഇത് ഓടുന്നത്. എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കിൽ നിന്ന് നമ്മൾക്ക് ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന കേരളത്തിൽ 41 പുഴകളിലൂടെ വരുന്നത് മാത്രമല്ല വെള്ളം, നമുക്ക് പലപ്പോഴും വയലിലൂടെ ഒഴുകി അടിയിലൂടെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് സർഫേസ് വാട്ടർ ഉണ്ട്, അത് റിവർ വാട്ടർ ഉണ്ട്, ലേക്സ് ഉണ്ട്, പിന്നെ ഭൂമിയുടെ മുകളിൽ കൂടെ നമ്മൾ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുഴയൊന്നും വേണ്ട, റോഡ് തന്നെ ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട്. അപ്പൊ സർഫേസ് വാട്ടർ ഇങ്ങനെ ഒഴുകി വരും. സബ് സർഫേസ് വാട്ടർ ഉണ്ട്, എവിടെ നമ്മുടെ കിണറുകളൊക്കെ ആ ലെവലിലുള്ളത്. ഗ്രൗണ്ട് വാട്ടർ ഒരു ലിമിറ്റഡ് ആണ്. ഗ്രൗണ്ട് വാട്ടർ പാലക്കാട് ഉപയോഗിക്കുന്ന മേഖല വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ അറിയില്ല, പക്ഷെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, നമുക്ക് അക്വസ്ഫിയർ വാട്ടർ ആവശ്യത്തിനുണ്ട്. അപ്പോ ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ ഒഴുകുക. ഇതിന്റെ കുറുകെ തെക്ക് വടക്കായിട്ട് ഒരു കെട്ടി അടച്ചാൽ, കെട്ടി അടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രതലത്തിന്റെ മുകളിലുള്ള കെട്ടി അടയ്ക്കലല്ല, അത് കോമ്പാക്ട് ആണ്. ഭൂമിക്കടിയിൽ 8-10 മീറ്റർ അടിയിലോട്ട് കുടിച്ച് കോമ്പാക്ട് ആക്കി, കാരണം ഇത് നിൽക്കുന്നുണ്ട്. ചിലർക്ക് പൈലി, ചിലർക്ക് കോമ്പാക്ട് ആക്കി അങ്ങനെ ഇടിച്ച് നിർത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സർഫേസ് വാട്ടറിന് ഒഴുകാൻ പറ്റുന്നില്ല, സർഫേസ് വാട്ടറിന് ഒഴുകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ന് കേരളത്തില് ഞാൻ ആലപ്പുഴയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് പോയപ്പോഴും പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നു 800 വീടുകളാണ് ഓരോ മഴയ്ക്കും ആ നാഷണൽ ഹൈവേയുടെ ഇത്തരത്തിൽ പണിഞ്ഞേക്കുന്നതിന്റെ കിഴക്ക് വശത്ത് വെള്ളത്തിനടിയിലാവും. 800 വീടുകൾ, ഒരു വലിയ പ്രദേശം. ഇത് ഞാൻ പരസ്യമായി പറയാൻ തുടങ്ങിയപ്പോൾ, ഈ വിഷയം, ഈ ഹൈഡ്രോളജിക്കൽ പ്രോബ്ലം പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള PC വിശ്വനാഥ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അത് ഒന്നുകൂടെ വിശദീകരിക്കാൻ ചോദിച്ചു. അദ്ദേഹത്തെ കുറച്ച് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ വിശദീകരിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ മണ്ഡലത്തിൽ 80 വീടുകൾ എല്ലാ മഴയ്ക്കും വെള്ളത്തിലാണ്. അതൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പണ്ടത്തെ NH-ലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ അന്വേഷണത്തിൽ എങ്ങനെയാണ്? അവർക്ക് സീസണൽ തോടുണ്ട്, അതായത് മഴക്കാലം വരുമ്പോൾ മാത്രം ഒഴുകുന്ന ഒരു തോടുണ്ടായിരുന്നു, അത് അടച്ചു. ഇപ്പൊ മഴയ്ക്ക് വെള്ളം കെട്ടിക്കിടന്ന് തിരിച്ചു കയറുന്നല്ലോ, കുറെ വീടുകൾ വെള്ളം നടില്ല. ഇത് ത്രൂ ഔട്ട് കേരള ഇങ്ങനെ ചെയ്ത സ്ഥലങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങി, സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത്
സിൽവർ ലൈനിൽ എന്താണോ സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് അതിനെ തടഞ്ഞോ അതേ കാര്യം ആ ദേശീയപാതയിലൂടെ ചെയ്തത്. വേറൊരു കാര്യം കൂടെ ചെയ്തെടുത്തു. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ദേശീയപാതയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒന്ന് ഇതാണ്, രണ്ടാമത്തെ നമുക്ക് ക്വാറിയിലേക്കൊക്കെ വരാം. ഒരുപാട് കുന്നുകൾ ഇടിച്ചിട്ടാണ് അത് മൊത്തം ഫില്ല് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞതെല്ലാം പാലം പണിഞ്ഞിരുന്നുണ്ട്. ഈ പില്ലർ വെച്ച്, ഇപ്പൊ പില്ലറാണല്ലോ എല്ലാവരും പറയുന്നത്, ഇങ്ങനെ പില്ലർ വെച്ച് പണിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഞാൻ വേറെ കാര്യങ്ങളെ പുറത്തല്ല പറഞ്ഞ, ഇത് മാത്രമായി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമോ കട തുടങ്ങാനോ എന്ന് പലതിലുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ പലയിടത്തും പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത സ്ഥലങ്ങളുടെ അടിയിൽ മറ്റേ കമ്മ്യൂണിറ്റി ജിമ്മും കമ്മ്യൂണിറ്റി കിച്ചണും പലതും ചെയ്യണം, പാർക്കിംഗ് ഏരിയ ഇതെല്ലാം ചെയ്യണം. അതൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു ദുരന്തമാണ് കാണിച്ചത്. പക്ഷേ എന്റെ പ്രധാന പ്രശ്നം ഇതുവല്ല. അതെന്തെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ഓർമ്മയിലുള്ള നാഷണൽ ഹൈവേ എങ്ങനെയാണ്? ഒരു ചെറിയ റോഡ്, അതിന് കുഴപ്പമില്ല, റോഡിന്റെ റോഡ് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ കിടക്കുന്നത്. വലിയ ഗേറ്റ് വർക്കൊന്നുമില്ലായിരുന്നു. സ്വാഭാവികമായ ഗേറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. കോണ്ടൂർസ് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ റോഡ്. ശരിയാണ്, അതിന് രണ്ട് വരി ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വരികൾ കൂട്ടണം, അത് നമ്മൾ സമ്മതിച്ചു. അപ്പോ എന്റെ സംശയം അങ്ങനെ തന്നെ കുട്ടിയെ പോരായിരുന്നു. അതിന് കോണ്ടൂർ അനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെ തന്നെ കുട്ടിയെ പോരായിരുന്നു. അതുകൊട്ടെ, അതല്ലാതെ ചെയ്യും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് എല്ലാവരും സഞ്ചരിക്കുന്ന, കേരളത്തിൽ ആർക്കും സഞ്ചരിക്കാൻ പറ്റിയിരുന്ന ഒരേ ഒരു ഹൈവേ, നാഷണൽ ഹൈവേ അത് മാത്രമാണ്. ഇത് നമ്മുടെ MC റോഡാണ്. അതിന്റെ ഹൈവേ നാഷണൽ ഹൈവേ. പിന്നെ നമുക്ക് ഒരുപാട് ചെറിയ റോഡ്, പക്ഷേ നോർത്ത് സൗത്ത് ആയിട്ട് കണക്ടിവിറ്റി ഉള്ള ഒറ്റ റോഡാണ്. ആ റോഡ് എന്തായി കെട്ടി ഈ ലെവലിലാക്കി കാറിനും ലോങ് ഡിസ്റ്റൻസ് ബസ്സിനും ലോറികൾക്കും മാത്രം പോകുന്ന റോഡാക്കി മാറ്റി. ഓട്ടോയ്ക്ക് പറ്റൂല, ഓട്ടോ പറ്റൂല, സ്കൂട്ടർ പറ്റൂല, സൈക്കിൾ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയും അതിലൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും. സ്കൂട്ടറൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അത് ആക്സസ് കൺട്രോൾ ഹൈ സ്പീഡിൽ പോകാനുള്ള റോഡാണ്. സമ്മതിച്ചു, അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ സാധാരണക്കാർക്ക് പോകുന്ന റോഡോടൊപ്പം അതോടൊപ്പം അത് വേണ്ടേ? അപ്പോ ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്യുന്നത് ഇങ്ങനെ ഒരു റോഡ്, ആക്സസ് കൺട്രോൾ, ഒരു സ്പെഷ്യൽ റോഡ് ഹൈ സ്പീഡിൽ പോകാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരൊരു പുതിയ ഗ്രീൻഫീൽഡ് റോഡായിട്ടാണ്, വേറെ ആയിട്ടാണ് പണിയുന്നത്. ഉള്ളതിനെടുത്ത് വലുതാക്കിയിട്ട് 80% ആൾക്കാരെ പുറത്താക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനൊരു ഇതിന്റെ ഹൈഡ്രോളജിക് ഇതെല്ലാം കൂടെ വളരെ വിശദമായിട്ടൊരു ലേഖനം എഴുതിയിരുന്നു. അത് വലിയ ഒരുപാട് സ്ഥലത്ത് അത് പോയി. അത് ഈ ഇടിഞ്ഞു വീഴുന്ന ദുരിയാട് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് എഴുതിയതാണ്. പക്ഷെ അതിനുശേഷം ഇതേ ടൈംസ് ഓഫ് ഇന്ത്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് ഈ ജനങ്ങളെ പുറത്താക്കപ്പെടുന്ന ഒരു ഭാഗം എഴുതണ്ടേ. അങ്ങനെ ഈ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പൊക്കി പറയുന്നില്ല. കേരളത്തിന്റെ നല്ല പുറത്ത് മോശമില്ലാതെ ഇതൊക്കെ ഇതിനെക്കൂടൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം നമുക്ക് ഈ സമരത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ എന്ന നിലപാട് നമുക്കറിയാം. അപ്പോ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അവരുടെ മെച്ചത്തെ കുറിച്ച് പറയുന്നതല്ല. അപ്പോ മൊബിലിറ്റി അപാർത്തീഡ് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതുന്നത് വേർതിരിക്കലാണ്, ഒരു പുറത്താക്കലാണ് ജനതയെ ഉണ്ടാക്കിയത് ഈ റോഡ് കൊണ്ട് സംഭവിച്ചത്. അതിനാരും ഉത്തരം പറയും, അതിനെന്താണ് പരിഹാരം? അപ്പൊ അവർ പറയും ജനങ്ങൾക്ക് പോകാനുള്ള, സാധാരണക്കാർക്കെല്ലാം പോകാനായിട്ട് സർവീസ് റോഡുണ്ട്. എനിക്ക് ഈ 500-600 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സ്ഥലത്ത് കാണിച്ചു തരാൻ പറ്റും ഒരു മര്യാദയുള്ള സർവീസ് റോഡുള്ളത്. ഒരു വണ്ടി നിന്നാൽ അപ്പുറത്ത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് റോഡ്, 2 വണ്ടി നിന്നാൽ ഇപ്പുറത്തെ വണ്ടി കുഴിയിൽ പോകാൻ സാധ്യതയില്ല ഒരു സർവീസ് റോഡ്, ഒരു പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എല്ലാ വണ്ടികളും തടയപ്പെടുന്ന ഒരു സർവീസ് റോഡ് കാണിച്ചു തരാൻ പറ്റും. ഇതാണോ സർവീസ് റോഡ് എന്ന് പറയുന്നത്? എന്നിട്ട് ബൈക്കുകാരെല്ലാവരും ആ റോഡിൽ വന്നു. സാധാരണ നാട്ടുകാർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോകുമ്പോൾ ചുമ്മാ ട്രാഫിക് കൊണ്ടിരുന്നവരും ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ആ കുഴിയോട്ടെ കൂടെ വന്ന് പിന്നെ ഇപ്പുറത്ത് വന്നു അങ്ങാനും അറിയാതെ നാഷണൽ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ടോളടി വരും. അത്തരത്തിലുള്ള ഒരു റോഡായിട്ട് ഈ സർവീസ് റോഡിനെ മാറ്റി. അതായത് സാധാരണക്കാരൻ വേണ്ട. ഇതാരാ ചെയ്തിട്ടുള്ളത്? കേന്ദ്രത്തില്
സബ്കെ സാത്ത് സബ്കെ വികാസ്. അതാണല്ലോ സംസ്ഥാനത്തിലാണെങ്കിൽ ആ സമയത്തുള്ള സർക്കാർ എന്ന് പറയുന്നത് ജനകീയ ഇരട്ടച്ചക്കന്റെ. ഇത് തിരുത്താൻ പറ്റില്ല. കാരണം തിരുത്തണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇനിയിപ്പോ ആ സർവീസ് റോഡ് കുറച്ച് വീതി കൂട്ടണമെങ്കിൽ എന്തുമാത്രം ലാൻഡ് അക്വിസിഷനും എന്തുമാത്രം കോസ്റ്റും ഇതുപോലെ ചെലവ് ഒരിക്കലും നടക്കരുത്. അപ്പോൾ എക്കാലത്തേക്കും നമ്മൾ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ റോഡിന്റെ കഥ തീർക്കുന്നതാണ് ഈ NH കൊണ്ട് സംഭവിച്ചത്. ദുരിതം അല്ലെങ്കിൽ ദുരന്തം വേറെ, ഈ ഫ്ലഡിങ് അടക്കമുള്ള ദുരന്തം വേറെ. ഞാൻ സിൽവർ ലൈനിലേക്ക് കടക്കുന്നില്ല, കാരണം സിൽവർ ലൈൻ നമുക്ക് നന്നായിട്ട് അറിയാമുള്ള കഥയാണ്. അപ്പോൾ ഞാൻ ഈ 2-3 എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വിഷയം അവതരിപ്പിക്കാൻ പബ്ലിക്ലി. യഥാർത്ഥത്തിൽ വികസനം അല്ലെങ്കിൽ വളർച്ച പ്രോഗ്രസ് ആണ് നടക്കുന്നത്. അത് ഇത് നമ്മൾ നേരെ തിരിച്ചു പൊളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കൂടുതൽ ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ള, കൂടുതൽ ആൾക്കാർ ദുരന്തത്തിൽ പോകുന്ന, ദുരിതം അനുഭവിക്കുന്ന, കൂടുതൽ ആൾക്കാരെ പാരിശ്രമിക്കപ്പെടുന്ന, നമ്മൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിധാനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പുറത്താക്കുന്ന തരത്തിലുള്ള വികസനമാണ് നടക്കുന്നത്. ദുരന്തത്തെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യാൻ കഴിയും. ഇതിന്റെ കൂടെയാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. ഈ വർഷം അത് വളരെ കഠിനവുമാണ്. ഈ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ, നമ്മുടെ കാലാവസ്ഥ ശരിക്കൊന്നും മാറി വ്യത്യാസമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലാം അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ അറബിക്കടലിൽ നിന്നും എഫക്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഓക്കി അതിന് ഏറ്റവും നല്ല ഉദാഹരണം. അതിനുശേഷം ഉണ്ടായി ഇവിടെ തന്നെ ഒരു ചക്രവാള ചുഴിയൊക്കെ വളച്ചൊഴിയൊക്കെ ഉണ്ടാവുന്ന രീതി. പണ്ട് ബേ ഓഫ് ബംഗാളിൽ മാത്രമായി. വേറൊരു പ്രതിഭാസം ഇപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവുന്ന ഈ സൈക്ലോൺസ്, ഇനി അങ്ങോട്ടുള്ള സീസൺ അതാണ്. നമുക്കിപ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞാൽ ആ സൈക്ലോൺ സീസണായി. ആ സൈക്ലോൺസിന്റെ എഫക്ട് പണ്ട് കേരളത്തിൽ ഇത്രയും പ്രോമിനന്റ് ആയിട്ട് വരില്ല. ആ സൈക്ലോൺ കുറച്ചൊന്ന് കരയിൽ കയറി കഴിഞ്ഞാൽ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ തന്നെ സ്പീഡാണ്. ഇപ്പൊ അതല്ല, ആ സൈക്ലോൺ കടന്ന് നേരെ ഇങ്ങനെ പോവാണ്, ഗുജറാത്ത് വഴിയായിട്ട് കയറുക. അപ്പൊ അതിന്റെ എഫക്ട് കേരളത്തിൽ ഭയങ്കരമായിരിക്കും, ഇവിടെ നിന്ന് വലിക്കുക. അപ്പൊ ആ കാലത്ത് വൻ രീതിയിലാണ് മഴ വരുന്നത്. മാത്രമല്ല, അവിടെ വരുന്ന ചുഴലി ഈ കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തെ, ഇന്ത്യയെ ഒന്ന് കാണുക. ഇന്ത്യ ചെറിയ ഒരു സംഭവം. ഇത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഒന്ന് താഴോട്ടൊന്ന് നോക്കും. കാണുന്ന ആദ്യത്തെ കര എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക. അതുപോലെ കടല. അപ്പൊ യഥാർത്ഥത്തിൽ കേരളം ലോകത്തിന്റെ അറ്റത്ത് കടന്ന് നിൽക്കുക. നമ്മൾ ഭയങ്കര അഹങ്കരിച്ച കാര്യമില്ല. ഭയങ്കര വികസനം വരും, മറ്റൊരു മറിച്ചതെയും. കടലിന് യഥാർത്ഥത്തില് ഇത് കരയാണെന്നോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര ചെറുതാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തെ കണ്ടിട്ട് മറ്റേ സൂം ചെയ്യണം ഇന്ത്യയിലേക്ക്, എന്നിട്ട് നമ്മുടെ പെനിൻസുലയിലേക്ക് സൂം ചെയ്യണം, ഈ തെക്കൻ ഇന്ത്യയിലേക്ക്, എന്നിട്ട് കേരളത്തിലേക്ക് സൂം ചെയ്യണം. അപ്പൊ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയിലൂടെ, കൊടുങ്കാറ്റുകളിലൂടെ, ചുഴലിക്കാറ്റുകളിലൂടെ, ഉരുൾപൊട്ടലിലൂടെ, ഫ്ലഡ്സിലൂടെ, മണ്ണിടിച്ചിലിലൂടെ, രോഗങ്ങളിലൂടെ, നിപ്പ, എല്ലാ അളവിലേക്കും. അപ്പോ ഇങ്ങനെ ഒരു പ്രിക്കാരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ, അതുപോലെ കോസ്റ്റൽ സൈഡിൽ കടലിൽ കയറുന്നു. ഓരോ തവണ കയറാനായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി ക്ലാസിക്കൽ ഉദാഹരണം. തിരുവനന്തപുരം ശംഖുമുഖം പോയത് വിഴിഞ്ഞം പദ്ധതി വന്നിട്ടാണ്. അപ്പൊ ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അവിടെ പോവാത്ത മാസം ഉണ്ടാവില്ല. ശംഖുമുഖം തീരത്ത് പോവാത്ത മാസം പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ അവിടെ അടിയിൽ സിമെന്റ് ഒക്കെ വെച്ച് അടിച്ച് നിറച്ച്, എവിടുന്ന് മണ്ണുകൊണ്ടൊന്ന് നിറച്ചൊരു കൃത്രിമ ബീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കാശൊക്കെ കൊടുത്ത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, ഇത്ര മെനക്കെട്ടോടെ കൃത്രിമ ബീച്ച് ഉണ്ടാക്കുന്നത്. അത് ഈ വർഷം എപ്പോഴോ മോഡി വരുന്നുള്ളൂ. അപ്പൊ വിഴിഞ്ഞം കാരണം ഇത് സംഭവിച്ചു നടന്നതുകൊണ്ട് ഈ ബീച്ച് പൂർണ്ണമാക്കി നന്നാക്കിയിട്ട് മോഡി വന്നിട്ട് ദേക്കോ അങ്ങനെയാണ്. ഒരു 12 വർഷം ഒരു സമൂഹത്തെ പറ്റിച്ച് പണ്ടായിരിക്കുന്നത്. എന്തായാലും പിള്ളേർ തിരിച്ചെടുക്കാൻ നല്ല അടി എന്ന് പറഞ്ഞാൽ ആഷ്ടം കട്ടികളും അദ്ദേഹം പോയത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു പദ്ധതി ഇവാലുവേറ്റ് ചെയ്തല്ലോ, 3.5 മണിക്കൂറിൽ കണ്ണൂർ പോകാം.
തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ 3.5 മണിക്കൂർ പോകണം എന്നുള്ളതാണോ വികസന സങ്കല്പം? ഇത് ചോദിക്കുന്നതാണ്. അതല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പീഡ് വേണം വിചാരിക്കാം. അങ്ങനെ ഇപ്പോൾ ഉള്ള സ്പീഡിനേക്കാളും പെട്ടെന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രെയിൻ സർവീസ്, ഇപ്പോൾ ഉള്ള ട്രെയിൻ സർവീസ് ഉണ്ട്, തന്നെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ട്രെയിൻ സർവീസ്, എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മിതമായ തോതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളതാണോ നമ്മളുടെ ആവശ്യം? എങ്ങനെയാണ് ഇത്തരത്തിലെ സ്വപ്നങ്ങൾ നമ്മൾ വിൽക്കാൻ പറ്റുന്നത്? എന്നിട്ട് ഈ സ്വപ്നം വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ചോദ്യം മതിയാകും. നമ്മുടെ പ്രശ്നം നമ്മൾ പിന്നെയാണ് അന്വേഷിക്കുന്നത്. ഈ സ്വപ്നം എടുത്തിട്ടില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഹൈ സ്പീഡ് റെയിൽ. ഇപ്പൊ വന്നിട്ടുള്ള പദ്ധതി സിൽവർ ലൈൻ പദ്ധതിയുടെ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനാണ് മാക്സിമം. ആവറേജ് 135 രൂപ, 11 സ്റ്റേഷൻസ്. ഇപ്പൊ വന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ 23 സ്റ്റേഷൻസ് ഉണ്ട്. 3.5 മണിക്കൂറിൽ കണ്ണൂരെത്തും. 180 കിലോമീറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. 140 കിലോമീറ്റർ മാക്സിമം ഓടും. മാക്സിമം അല്ല, ആവറേജ് ഓടും. സിൽവർ ലൈൻ തമ്മിൽ എന്താ വ്യത്യാസം? സിൽവർ ലൈന് സെമി ഹൈ സ്പീഡ് എന്ന് വിളിച്ചു 200 ആയിട്ട്, ഇതിന് ഹൈ സ്പീഡ് എന്ന് വിളിക്കുന്നു 180 ആയിട്ട്. അപ്പൊ ഒരു ചർച്ചയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് വേറെ ചർച്ച, ഈ മീറ്റിംഗിന്റെ ചർച്ചയില്ല, പുറത്തുള്ള ഒരു ചർച്ചയിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ കുറച്ച് പ്രമുഖരുണ്ടായിരുന്നു. അവര് ഇന്ത്യയിൽ എല്ലായിടത്തും 350 കിലോമീറ്റർ സ്പീഡിലോടുന്ന ട്രെയിനാണ് പോകുന്നത്. കേരളത്തിൽ മാത്രമേ 180, 140 ഉള്ളൂ. നമുക്ക് 350 ഓടുന്ന വേണം. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, 350 ഓടുന്നത് നമുക്ക് സമരം ചെയ്യാം. 350 കിലോമീറ്റർ ഓടുന്നത് സമരം ചെയ്യാം. പക്ഷെ ഒറ്റ ചോദ്യം വേണം, ഒറ്റ പ്രശ്നം വേണം. തിരുവനന്തപുരത്ത് തുടങ്ങി കഴിഞ്ഞാൽ കണ്ണൂർ നിർത്താൻ പറ്റുള്ളൂ. കാരണം ഇടയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ 350 കിട്ടൂല. കാരണം നിർത്താനും 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ആവറേജ് 140-150 ഓടാൻ പറ്റുള്ളൂ. ഇത് കേരളത്തിൽ 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്റ്റേഷൻസ് ഉള്ളത്. 20 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇവിടുന്ന് 120-200 കിലോമീറ്റർ തുടങ്ങി കഴിഞ്ഞാൽ പീക്കില്ല. ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ എന്ത് സ്വപ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയുള്ള സ്വപ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു റിയാലിറ്റി ചെക്ക് വേണ്ടേ? പിന്നെ 1 ലക്ഷം കോടി രൂപ, 5 ലക്ഷം കോടി രൂപയുടെ കടത്തി കിടക്കുന്ന നമ്മൾ 1 ലക്ഷം കോടി രൂപയുടെ ട്രെയിൻ, അതും 5 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പദ്ധതി 5 വർഷം കൊണ്ട് ചെയ്ത ചരിത്രമുണ്ട്. അപ്പോ ഇങ്ങനെ വിൽക്കുകയാണ് സ്വപ്നം. അതിന്റെ കൂട്ടത്തിലാണ് മറ്റേ ബാലിശമായിട്ടുള്ള അപ്പം വിൽക്കുന്ന സ്വപ്നം വരുന്നത്. ഒരാൾ പറയുന്ന അപ്പം വിൽക്കും, വേറെ ആൾ പറയുന്നത്. ഇതിനൊക്കെ കൺസ്യൂം ചെയ്യാനായിട്ടുള്ള നമ്മൾ ഞാൻ ഈ പ്രവർത്തനമല്ല പറയണത്, പബ്ലിസിറ്റി അല്ല. പക്ഷേ വലിയൊരു സംഭവം കൺസ്യൂം ചെയ്യാൻ. അപ്പോൾ എന്തുമാത്രം പണിയെടുക്കേണ്ടി വരും നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാമെന്ന് ആലോചിച്ചു. ഇതാണ് ഒരു അവസ്ഥ. അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തില് നമ്മൾ ഏത് പ്രദേശം എടുത്ത് നോക്കിയാലും വൻകിട പദ്ധതികളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും വേണമെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പദ്ധതി പോലും ഇന്ന് നടപ്പാക്കുന്ന രീതി, പ്രത്യേകിച്ച് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് നടപ്പാക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അത് 6 മാസം പോലും നിൽക്കാൻ പറ്റാത്ത ദിവസം, 1-ാം ദിവസം തൊട്ട് പാരിസ്ഥിതികമോ സാമൂഹികമായ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യും. അതിന് 2 കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങളാണ് ഡിസൈൻ ഇഷ്യൂ. ഒന്ന്, ഈ ഡിസൈനിൽ തന്നെ അങ്ങനെയാണ്. എന്തുകൊണ്ട്? പരിസ്ഥിതി മനസ്സിലായിട്ടില്ല, ജലത്തിന്റെ നിർഗമന രീതികൾ മനസ്സിലായിട്ടില്ല, സോയിലിന്റെ സ്ട്രക്ചേഴ്സ് മനസ്സിലായിട്ടില്ല. കേരളയിൽ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ്, സോയിൽ മനസ്സിലാക്കിയിട്ടില്ല, ആഘാതം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് വിവരമില്ല. ഇത് വന്നു കഴിയുമ്പോൾ ഏതോ 4 കൂടി മുങ്ങി പോകുന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടെ കെട്ടണം, പോകണം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ചെയ്യുന്ന കുറെ എഞ്ചിനീയർമാർക്ക് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രധാന ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവർക്ക് ഇക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാന്ന്. അതൊക്കെ ഒരു സൈഡില് ശരി, നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയും. അഴിമതി എന്തി, കറപ്ഷൻ എന്തി, ചെറിയ കാര്യമില്ല കറപ്ഷൻ പറയും. ചില പ്രോജക്ട്സിന്റെ ഒക്കെ പിന്നിലുള്ള കഥകൾ കേൾക്കുന്നതിൽ അത്ര ഭീകരമാണ്. അപ്പോ പെർസ്പെക്റ്റീവ് ഇല്ല, എഞ്ചിനീയറിംഗ് ഇല്ല, അതിന്റെ ശാസ്ത്രീയ വശങ്ങളില്ല, അതിന്റെ കൂട്ടത്തില് സത്യസന്ധതയില്ല. പിന്നെ ഇതിനെ അവലോകനം നടത്താൻ പറ്റുന്ന ആരെങ്കിലും നമ്മളിപ്പോ ശാസ്ത്രജ്ഞന്മാർ, ഇപ്പൊ നമ്മൾ നേരത്തെ ആ കടലിന്റെ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. ആ കമ്മിറ്റിയിൽ ഞാനിപ്പോഴും പറയുന്നുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥൻ, ആ സയന്റിസ്റ്റ് എനിക്കറിയാവുന്ന ഒരു നല്ല സയന്റിസ്റ്റാണ്. നല്ല സയന്റിസ്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
ഇന്റലക്ച്വൽ ഹോണസ്റ്റി ഉണ്ടോ എന്ന് ചോദിച്ചാറില്ല. ഭൗതികമായിട്ടുള്ള സത്യസന്ധതയുണ്ടോ? ഇല്ലാത്തതുകൊണ്ടല്ലേ സംഭവിച്ചു. അപ്പൊ അതെവിടെ നിന്ന് കിട്ടും? ഒരിടത്തും കിട്ടുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ നമുക്കൊരു കാര്യം ലഭിക്കാനായി തങ്ങളുടെ കമ്മിറ്റി പഠിക്കാൻ പറയുമ്പോഴത്തേക്കും കമ്മിറ്റി മെമ്പർമാരാവാന്ന് പറയുന്നത് ഗവൺമെന്റ് അഥവാ നമ്മളോട് ചോദിക്കാൻ കമ്മിറ്റിയിൽ ആര് മെമ്പർമാർ, അതാണ് അവസ്ഥ. ഇതിന്റെ കൂടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുന്നത്. ഞാൻ കേരളത്തിന്റെ മാറ്റത്തെ കുറിച്ച് പറഞ്ഞു. ഓഖി 2017 സംഭവിച്ചു. ചരിത്രത്തിലാദ്യം നമുക്കറിയില്ല. ഇപ്പോഴും വിശദീകരിക്കാൻ പറ്റും. പക്ഷെ 313 പേര് പോയി. തിരിച്ചു കിട്ടാത്ത ശവങ്ങൾ, ബോഡി തിരിച്ചു കിട്ടാത്ത, മരിച്ചു വലിയോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും ഡോക്യുമെന്റ് അടുത്ത കാലത്താണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട്. അത്ര ദുരിതമാണ്. പക്ഷെ ഈ ദുരന്തത്തിന്റെ പിന്നിൽ നമുക്ക് കൊടുക്കാരനെ പറയണം. പക്ഷേ അത് കൃത്യമായ വാണിംഗ് അവർ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ്, സർക്കാർ. ഇവിടെയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പ്ലാനിങ്ങില്, എക്സിക്യൂഷനില്, കറപ്ഷൻ ഇത്യാദി കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ദുരന്തം ഉണ്ടാക്കാൻ കഴിയും. ദുരന്തം ഉണ്ടാകുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് കൊടുങ്കാറ്റോ, ഭൂമി കുലുക്കമോ, മഴയോ, ഇതെല്ലാം സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ഓഖി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സംഭവമല്ല. ഒരു ഭൂമി കുലുക്കം ഗവൺമെന്റ് ഉണ്ടാക്കുന്നതല്ല. അത് വരും, അത് സംഭവിക്കാം. കേരളത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. പക്ഷേ അതൊരു ദുരന്തമായി മാറുന്നത്, ജനങ്ങൾ മരിക്കുന്നത്, അത് നമ്മൾക്ക് വലിയൊരു സംഭവം വേണമെങ്കിൽ ഒഴിപ്പിക്കാമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയിൽ പോലും തലേ ദിവസം അവിടുത്തെ ക്യൂസ് എന്ന് പറഞ്ഞ സംഘടന, വിഷ്ണു സുമയും ഒക്കെ റൺ ചെയ്യുന്ന ഒരു സംഘടന, അവരുടെ മഴവാമ്പികൾ വെച്ചിട്ട് അവർ പഠിച്ച് അവർ നേരത്തെ മാറ്റി. എന്നിട്ടും ആൾക്കാരെ മാറ്റാതെ ഓഖിയുടെ കാര്യത്തിൽ 2 ദിവസം മുമ്പ് അവിടെ കൊടുങ്കാറ്റുണ്ടാവുമെന്ന് വാൺ ചെയ്തു. IMD ഉണ്ടായിരുന്നു, അതാരും കാണാതെ പോയി. പക്ഷേ ആ ഫയലിന്റെ പുറത്ത് കുത്തിയിരിക്കുകയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി അടക്കമുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ കുത്തിയിരിക്കുകയും അവസാനം ഈ മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം കടലിൽ പോയി കഴിഞ്ഞിട്ടാണ് അവർ സൈക്ലോണിൽ കുടുങ്ങി കഴിഞ്ഞിട്ടാണ് വാണിംഗ് പോകരുത് എന്ന് പറയാം. എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് പോകരുത് എന്ന് പറയാം. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? ഇത്രയൊക്കെ സാനിറ്റൈസർ നമ്മൾ പുറത്ത് വിട്ടിട്ടില്ലേ? ഇത്രയൊക്കെ IMD സാധനങ്ങളൊക്കെ ഇരിക്കും. ആ ദുരന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയാണ്. നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ട് കഴിയുന്നു. ഫ്ലഡ് വന്നു, എല്ലാവർക്കും അറിയാം ഫ്ലഡൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ അത് പ്രഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്, അതിന് ഒരു 2 ദിവസം മുമ്പ് കുറച്ചായിട്ട് ആ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നിരുന്ന ഈ ഇഷ്യൂ ഇന്നും നിഷേധിക്കുന്ന കാര്യം. അതും ഈ ഭരണകൂടത്തിന്റെ സൃഷ്ടിയായിരുന്നു. അപ്പൊ ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ലാൻഡ്സ്കേപ്പും അതിനുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ തിരിച്ച് ഒരു സംഭവമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇത് നമുക്ക് വാണിംഗ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലൊക്കെ ഞാൻ പറഞ്ഞ പോലത്തെ വാണിംഗ്സ് ഉണ്ട്. പക്ഷെ അതല്ലാതെ ചില വാണിംഗ് കിട്ടിയിട്ടുണ്ട്. 2011 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 15 വർഷം 15-13 വർഷം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ചവർക്ക് സമാനമായ പേപ്പറിന്റെ വില പോലും കൊടുത്തില്ല, വലിച്ചു ദൂരക്കണം. കേരളം അന്ന് ഈ റിപ്പോർട്ട് പ്രസന്റ് ചെയ്ത് ഇത് ചർച്ചയ്ക്ക് വെച്ച് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഗാഡ്ഗിൽ ഇതിനേക്കാളും ജനകീയമായിട്ട് പറയാനില്ല. ഗാഡ്ഗിൽ നിങ്ങൾ ഇതിനെ ഒരു നയരേഖയായിട്ട് കാണണം. ഫ്രെയിംവർക്കാണ് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ ചർച്ച ചെയ്യും, ഇവിടെ ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറയും. ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് എന്താണ്, ചില കാര്യങ്ങൾ കെട്ടാൻ പറ്റില്ല, കെട്ടുന്ന രീതിയിലേക്ക് കെട്ടാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു മുണ്ടക്കൈ ചൂരൽമലയിൽ കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് താമസിച്ചിട്ടുണ്ട്. ആൾക്കാർ അവിടെ താമസിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള മുൻകരുതൽ കൊടുത്ത റിപ്പോർട്ടിനെയാണ് അന്ന് അസംബ്ലിയിൽ വെച്ച് എന്നെ തള്ളിപ്പോയത്. അന്ന് അതിനകത്ത് ഇറങ്ങിപ്പോയ ഒറ്റ ആളുണ്ടായിരുന്നു. ഒരു MLA ആണ് അന്ന്
വിപ്പുണ്ടായിട്ട് വിപ്പ് പുറപ്പെടുവിച്ച് എല്ലാവരും ഒന്നടക്കം ഏകകണ്ഠമായിട്ട് അതിനെ ആ രേഖയെ നമ്മൾ കേരളം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന്റെ പേര് PT തോമസ് മാത്രമാണ് അറിയുന്നത്. അതൊരു ഗ്രിറ്റാണ്, അതൊരു ഭയങ്കര ഇന്റഗ്രിറ്റിയാണ്. അങ്ങേർക്കാണ് കേരളത്തെ മനസ്സിലായത്. അങ്ങേർക്ക് മാത്രമാണ് അന്ന് ശരിക്കും കേരളം പിടിച്ചു നിർത്തേണ്ടത്. കോംപ്രമൈസ് ഇല്ലാതെ കേരളത്തെ പിടിച്ചു നിർത്തണം. അപ്പം പള്ളി പോലും അങ്ങനെ ശവമഞ്ചം ഒന്നാണ് ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങേര് വഴങ്ങി. ഇടുക്കിയിൽ തോപ്പിക്കുമെന്ന് പറഞ്ഞു, അങ്ങേര് വഴങ്ങിയില്ല. തോപ്പിക്കിടക്കി തോപ്പിച്ചോട്ടെ, പക്ഷെ ഇതിന്റെ പറയാൻ ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം കമ്മിറ്റി നടപ്പാക്കണം പറഞ്ഞ ആൾക്കാരാണ്. മുല്ലക്കര രണ്ടാലും ശക്തമായി നടപ്പാക്കണം പറഞ്ഞ് വിനാശത്തിന് താല്പര്യമുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വാക്കൗട്ട് പ്രതിഷേധിച്ചത് ഫൈനൽ കാർഗിൽ കമ്മിറ്റി കഴിഞ്ഞിട്ട് 2018 ഞാനൊന്ന് ചുരുക്കാം. 2018 ഈ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ലൈഫ് ലൈൻ റിപ്പോർട്ട് നമുക്കുണ്ടായി. ഇത് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ വായിച്ചില്ല. അതിന്റെ പേരാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട്, PDNA. വേൾഡ് ബാങ്കും യൂറോപ്യൻ യൂണിയനും ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് എതിർപ്പുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു വളരെ സമഗ്രമായ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി തന്നെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയതിൽ ആദ്യം പറയുന്ന കാര്യം കേരളം നിലനിൽക്കണമെങ്കിൽ, സുസ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ കേരളത്തിന്റെ ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺസേർവ് ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങൾ നടപ്പാക്കാൻ. കേരളത്തിന്റെ സാമൂഹികമായ അന്തരീക്ഷവും അതിന്റെ ഒരു കെട്ടുറപ്പും നിർത്തിക്കൊണ്ട് വേണം കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് മുഴുവനും ഇന്ന് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നും സ്വീകരിച്ചു. അതുപോലെ തുടരുകയാണ് കോൺട്രാക്ടർമാരും ഈ കൺസൾട്ടൻസുമാരും. പിന്നെ ഈ കടം വാങ്ങിച്ച് കിഫ്ബി പോലത്തെ പദ്ധതികളും കോടിക്കണക്കിന് കടം വാങ്ങിച്ച് വൻകിട പദ്ധതികൾ നടപ്പാക്കലും ഉദ്ഘാടനം കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന കാര്യം ഇങ്ങനെയാണ് തുറന്ന് പോയിക്കൊണ്ടിരുന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. ഇത് നമ്മൾ നിൽക്കുന്നത് ഒറ്റ വലിയ ചോദ്യത്തിലുണ്ട്. കേരളം ഇനി നമ്മൾ ആരും പറയുന്നില്ല വികസിക്കേണ്ട. വികസിക്കുന്നതിന്റെ മാനത്തെക്കുറിച്ച് എന്താണ് വികസനം എന്നൊക്കെ ചോദ്യങ്ങൾക്ക് സുന്ദരരാജൻ എത്ര വർഷത്തെ പാടുണ്ടെന്ന് നമുക്കുണ്ടാകും. ആദ്യത്തെ സൈലന്റ് വാലി മുമ്പിൽ പരിസ്ഥിതിയോട് ചോദിക്കുന്ന ചോദ്യം വികസനം വേണ്ട, വികസനം പറ്റൂല എന്നല്ല, എന്താണ് വികസനം എന്ന് നിർവചിക്കുമെന്ന് പറഞ്ഞില്ല. ഇതല്ല വികസനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആരോഗ്യം, ഒരാൾ മരിക്കാതെ ജീവിക്കണം, ഒരാളുടെ ഇതിന് പോകാതെ ജീവിക്കണം, അത് വികസനമല്ല. ഒരാൾക്ക് അസുഖം വരാതെ കഴിയുന്നതും കഴിയണം, വികസനം വരും. കുട്ടികൾക്ക് മര്യാദ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ പഠിച്ചു കഴിഞ്ഞാൽ നല്ല അഡ്മിഷൻ വികസനം. അവർ തങ്ങളുടെ കാശം പറഞ്ഞാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ് വികസനം. അപ്പൊ വികസനം നിർവചിച്ചേ പറ്റൂ. പക്ഷെ ഇന്ന് കേരളത്തിന്റെ ഈ കണക്കില് നമുക്ക് കാലാവസ്ഥ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകൾ, ജലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നമ്മളുടെ ലാൻഡ്സ്കേപ്പും ജോഗ്രഫിക്കൽ പ്രത്യേകതകൾ, നമ്മുടെ മനുഷ്യർ ജീവിക്കുന്ന രീതി, അവരുടെ ആവശ്യങ്ങൾ, ഇപ്പോഴത്തെ നിന്ന് അപ്പുറത്തെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്ക് ഈ 3 കിലോമീറ്റർ കറങ്ങിയാൽ മാത്രമേ കുട്ടികൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരരുത് എന്നുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കരുതിക്കൊണ്ട് കണ്ടുകൊണ്ടുള്ള വികസനത്തിന്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർഡ് ആയിട്ടുള്ള, അതായത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കുറെ ദുരന്തങ്ങൾ സംഭവിക്കും. പക്ഷെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കുറെ ദുരന്തങ്ങൾ നമ്മുടേതായിട്ടുള്ള സംഭവിക്കുന്നു. വീടുകൾ താറുമാറാതെ ഇതിന്റെ സൈഡിൽ ജീവിക്കുന്നത്. ഓരോരുത്തർക്ക് പോയി നമ്മൾ സംസാരിച്ചില്ല പറയും എങ്ങനെയാണ് അവരുടെ ലൈഫ് ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിച്ച് പണ്ട് ഡിക്ലമാറ്റിക്കൽ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാലം പറഞ്ഞിട്ടുണ്ടോ. ഇന്ന് ക്ലിയർ കൊളാപ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിക്ലമാറ്റിക്കൽ കൊളാപ്സാണ്. അത് പാരിസ്ഥിതികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ തകർച്ച ഉണ്ടായ നെൽവയലുകളില്ല, വെള്ളം മുക്കാനുള്ള, വെള്ളം ഇറക്കിയിടാനുള്ള നെൽവയലുകൾ ഇല്ല. കൃഷി പോട്ടെ, നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ടെന്ന് വയ്ക്കുക, നമുക്ക് വേണ്ടെന്തെങ്കിലും വാങ്ങി തിന്നാൻ വിചാരിക്കാം. തെറ്റായ സങ്കല്പങ്ങളാണ്, ചിന്തയാണ്, അങ്ങനൊന്നുമല്ല വേണ്ടത്. പക്ഷേ വെള്ളമാണെങ്കിൽ വയലുകൾ അതുപോലുമില്ല. അപ്പോ ഈ ആക്ച്വലി ഫേസിംഗ് ഇക്കോളജിക്കൽ കൊളാപ്സ്. അതിനൊരു പരിഹാരം നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകുന്നതോ ബോധവതികളാവുന്നതോ
ഒക്കെ ക്രിട്ടിക്കലാണ്. പക്ഷേ ഞാൻ ഈ കാലം കൊണ്ട് മനസ്സിലാക്കിയത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് ചില വിഷയങ്ങളുടെ പുറത്ത് വോട്ട് ചെയ്യും. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ പിന്നെ ഇടയ്ക്കപക്ഷമാണോ ഇതെല്ലാം നോക്കിയിട്ട് വിടും. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇവർ ഭരിക്കാൻ വന്നാൽ കേരളത്തിനെ നിലനിർത്താനുള്ള ബുദ്ധി ഇവർക്കുണ്ടോ, വിവേകമുണ്ടോ, അറിവുണ്ടോ, പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. അതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനാണ്. ഭരിക്കുന്ന മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിമാർ തൊട്ട് ഭരിക്കാൻ കയറ്റിയ പാർട്ടിക്ക് അത് പാർട്ടികളാണല്ലോ, പാർട്ടിക്ക് ആ വിവേകം കേരളത്തിനെ കേരളമായിട്ട് എല്ലാ രീതിയിലും പ്രത്യേകിച്ച് അതിൻ്റെ ഒരുപാട് അവകാശവ്യവസ്ഥകളുള്ള ഒരു കാലമാണ്. അതിനെ നിലനിർത്താനുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള പെർസ്പെക്റ്റീവും ഉള്ളവരാണോ? ചുരുക്കം പറഞ്ഞാൽ ഒരു ഇക്കോളജിക്കലി ലിറ്ററേറ്റ് ആണോ അവർ? അതിനുവേണ്ടി ഒരു നിലകൊള്ളുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു വേണം. അല്ലാത്തവർ ഞാനൊന്നും പറയാം, അല്ലാത്തവർ എത്ര ഇച്ഛാശക്തിയുള്ളവരാണെങ്കിൽ കൂടുതൽ ഇച്ഛാശക്തിയുള്ളവരുണ്ടാവും കൂടുതൽ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ വ്യക്തമായും കഴിഞ്ഞ 10 വർഷം കണ്ടത്. വ്യക്തമായും കഴിഞ്ഞ 12 വർഷമായിട്ട് കേന്ദ്രത്തിൽ കാണുന്നത് എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളും എടുത്ത് കളഞ്ഞു. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ നിക്കോബാർ ദ്വീപുകളെ പുറത്തു വിടുക, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു 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 കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലെങ്കിൽ അവർ കേരളത്തിൽ തകർക്കുകയും ഭരിക്കാനല്ല അവർ തകർക്കാൻ. അതൊന്നും ശരിക്കും ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം നമ്മൾ ഇവരെല്ലാം തള്ളിക്കളയാന്നുള്ളതല്ല, കഴിയുന്നതും പഠിപ്പിക്കാൻ നോക്കണം. നമ്മൾ ഉണ്ടാവണം. അത് പ്രഷർ ഗ്രൂപ്പായിട്ടായാലും ഈ പറഞ്ഞ പോലെ സമരസമിതികളും ശക്തമായ പ്രതിരോധങ്ങൾ കൊണ്ട് കുറേയൊക്കെ പഠിക്കും. കഴിഞ്ഞ സമയത്ത് കുട്ടികളുടെ ഇതുകൊണ്ട് മോഡി പഠിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാം. പേടിക്കുകയും ചെയ്തു, ഭയപ്പെട്ടിട്ടാണ് ആ മുഖം കണ്ടറിയാല്ലേ പേടിച്ച് രാത്രി കഴിച്ച് ഉറപ്പൊന്നുമില്ലാതെ. അതുപോലെയെങ്കിലും നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും ഒരു ഭരണം. മനസ്സിലായി എന്ന് വിചാരിക്കുക, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഭാവി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹങ്ങളും അവരുടെ പെർസ്പെക്റ്റീവ്സും ഒന്നാണ്. അപ്പോൾ നമുക്ക് ചിലത് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശരിക്കും ഒരു പരിസ്ഥിതി ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാവരുടെയും പ്രവർത്തനം ഞാൻ പറയും. കുറെ ആൾക്കാർ മറ്റേ വയനാട്ടിൽ നമ്മൾ ഒരുമിച്ചിരിക്കുകയും ഒരു ഒരു നയരേഖ ഉണ്ടാക്കുകയും അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ നയരേഖകൾ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ നയരേഖയുടെ ഒരു പ്രത്യേകത അത് ഗവൺമെന്റ്സിനെ എങ്ങനെയായിരിക്കണം പാരിസ്ഥിതികവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണം, അതിന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു നയരേഖ. എൻവയറമെന്റൽ ചാർട്ടർ ഫോർ ഇക്കോളജിക്കൽ ആൻഡ് ക്ലൈമറ്റ് ഗവർണൻസ് എന്നാണ് പറയുന്നത്. അതുണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. അത് പക്ഷേ നടപ്പാക്കിയെടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പദ്ധതി വരുമ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ സാങ്ഷൻ വേണം, ടെക്നിക്കൽ സാങ്ഷൻ വേണം, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം. എന്തുകൊണ്ടും പാരിസ്ഥിതികവും കാലാവസ്ഥയ്ക്കും അനുസരിച്ചാണ് അത് അനുയോജ്യമാണെന്നുള്ളത് സാങ്ഷൻ വേണ്ടില്ല. കേരളത്തിലെങ്കിലും അത് വേണ്ട. അപ്പൊ അത്തരത്തില് അങ്ങനെ ഒരു പ്രോസസ് എംപെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു നയരേഖയാണ്. അതിന്റെ കോപ്പി എനിക്കൊന്ന് കാര്യം സാറിന്റെ കയ്യിലുണ്ട്. അത് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്താൽ നന്നായിരിക്കും. ഹാർഡ് കോപ്പീസ് വേണമെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. രൂപ അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റിന് വേണ്ടി മാത്രം ഇംഗ്ലീഷിലും മലയാളത്തിലാണ്. അതിന്റെ പുറത്ത് നമ്മൾ ചർച്ച ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞത് ഇനിയും ഒരു ഇത്തരത്തിലെ കാര്യങ്ങൾ തുടരാൻ പറ്റില്ല. ഇന്ന് നമ്മൾ തിരുത്താൻ തുടങ്ങിയാൽ ഒരു 10-25 വർഷം ഉണ്ടെങ്കിൽ നമുക്ക് ചില മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ കഴിയും. കുറച്ച് മാറ്റങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇനി വരുന്ന ഭരണകർത്താക്കൾക്ക് ഒരു പെർസ്പെക്റ്റീവ് എങ്കിലും ഉണ്ടാവും. ചില അബദ്ധങ്ങൾ ചെയ്യണ്ടെന്നെങ്കിലും പറ്റും. വല്ലാത്ത ഇച്ഛാശക്തി ഉണ്ടാവാതിരിക്കും. ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇച്ഛാശക്തി ഒന്നും എനിക്ക് സത്യം പറഞ്ഞ ഇച്ഛാശക്തിയാണ് പേടി. ആരെങ്കിലും വന്നെങ്കിൽ ഭയങ്കര ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു തട്ടി കൊടുത്ത് വേണ്ട, കുറച്ച് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.